1888 പുണ്യനഗരമായ മക്കയിൽ പണ്ഡിതരുടെ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അബുൽ കലാം ഗുലാം മുഹിയുദ്ദീൻ അഹമ്മദ്. അദ്ദേഹത്തിന്റെ പിൽക്കാലത്തെ പ്രസിദ്ധമായ നാമമായിരിക്കും പക്ഷേ നമുക്ക് സുപരിചിതം, അബുൽ കലാം ആസാദ്. മൗലാന ആസാദിന്റെ ജീവിതം. എന്തുകൊണ്ട് അബുൽ കലാം ആസാദ്? ഈ ചോദ്യങ്ങളാണ് ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത്. കൂടുതൽ ഇത്തരം വീഡിയോകൾക്കായി ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന്. 2 വർഷത്തിനു ശേഷം 1890 അദ്ദേഹത്തിന്റെ കുടുംബം അന്ന് കൽക്കട്ട എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ കൊൽക്കത്തയിലേക്ക് മടങ്ങി. അദ്ദേഹത്തിന്റെ പിതാവ് മൗലാന ഖൈറുദ്ദീൻ ആദരണീയനായ ഒരു പണ്ഡിതനും അധ്യാപകനുമായിരുന്നു. അബുൽ കലാം അങ്ങനെ പഠനത്തിന്റെയും ചിന്തയുടെയും അന്തരീക്ഷത്തിലാണ് വളർന്നത്. ആധുനികമായ ഔപചാരിക വിദ്യാഭ്യാസമല്ല, ട്രഡീഷണൽ ഇസ്ലാമിക വിദ്യാഭ്യാസമാണ് അദ്ദേഹം ആർജിച്ചത്. ആദ്യം പിതാവിൽ നിന്ന്, പിന്നെ സ്വകാര്യ അധ്യാപകരിൽ നിന്ന്. അദ്ദേഹം ഒരു അതിപ്രഗത്ഭനായ വിദ്യാർത്ഥിയായിരുന്നു. 13 വയസ്സായപ്പോഴേക്കും ഫാർസി, അറബി, ഉറുദു ഭാഷകളിൽ അദ്ദേഹം പ്രാവീണ്യം നേടി. മാത്രമല്ല ഇസ്ലാമിക നിയമം, തത്വചിന്ത, ചരിത്രം, ഗണിതം, ആത്മീയ ചിന്ത എന്നിവയും അദ്ദേഹം പഠിച്ചു. പഠനത്തോടൊപ്പം തന്നെ എഴുത്തും പ്രസിദ്ധീകരണവും അദ്ദേഹം ആരംഭിച്ചു. വെറും 12ാമത്തെ വയസ്സിൽ നൈരാങ്കി ആലം എന്ന പേരിൽ സ്വന്തമായ ഒരു ന്യൂസ് ലെറ്റർ അദ്ദേഹം പുറത്തിറക്കി. 1 വർഷത്തിന് ശേഷം അൽ മിസ്ബ എന്ന പേരിൽ ആഴ്ചതോറും പുറത്തിറങ്ങുന്ന ഒരു കവിതാ പരമ്പര ആരംഭിച്ചു. ഇപ്പോൾ അതൊന്ന് സങ്കല്പിക്കുക. 12 വയസ്സുള്ള ഒരു കുട്ടി വായനയോടൊപ്പം എഴുതുന്നു, പ്രസിദ്ധീകരിക്കുന്നു, പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തുന്നു. അതായിരുന്നു അബുൽ കലാം ആസാദ്. 20ാം നൂറ്റാണ്ടിന്റെ ഉദയത്തോടെ അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ലോകം വേഗത്തിൽ മാറുകയായിരുന്നു. ഏഷ്യയിലും ആഫ്രിക്കയിലും ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തികൾ അതിന്റെ പിടിമുറുക്കിയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായ കൊൽക്കത്ത നാഷണലിസ്റ്റ് ആശയങ്ങളുടെ കേന്ദ്രമായി, ചെറുത്തുനിൽപ്പിന്റെ വേദിയായി രൂപപ്പെട്ടു. അബുൽ കലാം ബോംബെയിൽ കുറച്ചുകാലം ചിലവഴിച്ചെങ്കിലും കൊൽക്കത്തയിൽ നിന്നാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ തന്റെ രാഷ്ട്രീയ അടിത്തറ കണ്ടെത്തിയത്. അവിടെ അദ്ദേഹം അരവിന്ദോ ഘോഷ്, ശ്യാം സുന്ദർ ചക്രവർത്തി തുടങ്ങിയ ശക്തരായ ദേശീയവാദ ചിന്തകരുടെ സ്വാധീനത്തിൽപ്പെട്ടു. എന്നാൽ ഇന്ത്യയിലെ രാഷ്ട്രീയം ലളിതമായിരുന്നില്ല. ബ്രിട്ടീഷുകാർ വളരെ കാലമായി വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രം പ്രയോഗിച്ചു വരികയായിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ വളർന്നുകൊണ്ടിരുന്നു. ബംഗാളി ദേശീയവാദികളിൽ പലരും തങ്ങളുടെ മുസ്ലിം സഹോദരങ്ങളെ അവിശ്വസിക്കാൻ തുടങ്ങിയിരുന്നു. അബുൽ കലാം ഇത് വ്യക്തമായി കണ്ടു. അദ്ദേഹത്തിന് ഒരു പ്രധാന കാര്യം മനസ്സിലായി: ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഇന്ത്യക്ക് ഒരിക്കലും കൊളോണിയൽ ഭരണത്തിൽ നിന്ന് മോചനം നേടാൻ കഴിയില്ല. പരമ്പരാഗത ചിന്താരീതികളെയും അദ്ദേഹം ചോദ്യം ചെയ്യാൻ തുടങ്ങി. മുസ്ലിം ചിന്താ പാരമ്പര്യത്തിൽ തക്ലീദ് എന്നറിയപ്പെടുന്ന പാരമ്പര്യത്തിലെ കണ്ണടച്ച് പിന്തുടരുന്ന രീതി പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പര്യാപ്തമല്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അദ്ദേഹം തക്ലീദിൽ നിന്ന് മാറി പുതിയ ഒരു പേര് തിരഞ്ഞെടുത്തു. ഒരു പ്രതീകാത്മക നാമം, ആസാദ്, സ്വതന്ത്രൻ എന്നർത്ഥം. വർഷങ്ങൾക്ക് ശേഷം ആ വഴിത്തിരിവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം എഴുതി: മറ്റൊരാളുടെ വഴി പിന്തുടരാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, മറിച്ച് എനിക്കായി ഒരു പാത ഞാൻ സ്വയം വെട്ടിത്തെളിച്ചു. പിന്നാലെ വരുന്നവർക്കായി ആ കാൽപ്പാടുകൾ അവശേഷിപ്പിച്ചു. മൗലാന അബുൽ കലാം ആസാദിന്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയ 3 വലിയ സ്വാധീനങ്ങളായിരുന്നു ഇവ. ഒന്നാമത്തേത് മതപഠനത്തിൽ നേടിയ ശക്തമായ അടിത്തറ. രണ്ടാമത്തേത് വിപ്ലവത്തിനും മാറ്റത്തിനും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത അഭിനിവേശം. മൂന്നാമത്തേത് സമൂഹങ്ങൾക്കിടയിലുള്ള ഐക്യത്തിനു വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാട്, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിലുള്ള ഐക്യം. ഇവ 3ഉം അദ്ദേഹത്തിന് വെവ്വേറെ ആശയങ്ങളായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അതുല്യ വ്യക്തിത്വത്തിൽ ഇവ 3ഉം ഒന്നിച്ചു ചേർന്നു. നീതി, സ്വാതന്ത്ര്യം, ന്യായം എന്നിവയ്ക്കായുള്ള ഉറച്ച ശബ്ദമായി അത് മാറി. ജാതി, മതം, വർണ്ണം, പശ്ചാത്തലം എന്നതിനെല്ലാം അപ്പുറം എല്ലാവരുടെയും മനുഷ്യാവകാശങ്ങളിൽ വിശ്വസിച്ചിരുന്ന ഒരു നേതാവായി അദ്ദേഹം മാറി. 1910 ആസാദ് മിഡിൽ ഈസ്റ്റിലൂടെ ഒരു യാത്ര നടത്തി. ഈജിപ്തിലെ മുഹമ്മദ് അബ്ദു, ഇറാഖിലെ ചില യുവ തുർക്കി ദേശീയവാദികൾ തുടങ്ങിയ ചിന്തകരെയും പരിഷ്കർത്താക്കളെയും ഈ യാത്രയിൽ അദ്ദേഹം കണ്ടുമുട്ടി. അതുവഴി ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ പാൻ ഇസ്ലാമിക ദർശനവും സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ ആധുനിക പരിഷ്കരണവാദ ആശയങ്ങളും അദ്ദേഹത്തെ സ്വാധീനിച്ചു. ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ആസാദ് അൽ ഹിലാൽ എന്ന പേരിൽ ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം? ഇന്ത്യൻ മുസ്ലിങ്ങളെ ഉദ്ബുദ്ധരാക്കുക, രാഷ്ട്രീയമായും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും സ്വന്തം കഴിവുകൾ തിരിച്ചറിയാൻ അവരെ പ്രാപ്തരാക്കുക.
എന്നാൽ അൽ ഹിലാൽ കൈകാര്യം ചെയ്തത് മതപരമായ വിഷയങ്ങൾ മാത്രമായിരുന്നില്ല. ദേശീയത, പാൻ ഇസ്ലാമിക ആശയങ്ങൾ, സാമൂഹിക മാറ്റത്തിനുള്ള ആഹ്വാനങ്ങൾ, ഹിന്ദു മുസ്ലിം ഐക്യത്തിനായുള്ള ശക്തമായ നിലപാടുകൾ എന്നിവയുടെ മിശ്രിതമായിരുന്നു അതിന്റെ ഉള്ളടക്കം. 1912 ജൂലൈ 13 പുറത്തിറങ്ങിയ ആദ്യ ലക്കത്തിൽ ആസാദ് എഴുതി, അൽ ഹിലാലിന്റെ ഒന്നാമത്തെ പ്രധാന ലക്ഷ്യം തന്നെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഐക്യം വളർത്തുക എന്നതാണ്. ഞാൻ വ്യക്തമായി പറയുന്നു, സത്യത്തിനും നീതിക്കും ഭീഷണിയാകുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ല, കിഴക്കൻ പ്രദേശങ്ങളിൽ മാത്രമല്ല, ലോകമെമ്പാടും അത് ബ്രിട്ടീഷ് സർക്കാരാണ്. അതുകൊണ്ടാണ് എൻ്റെ സഹമുസ്ലിങ്ങളോട് ഞാൻ പറയുന്നത്, നമ്മുടെ കടമ വ്യക്തമാണ്. നമ്മുടെ വിശ്വാസത്തെ അടിസ്ഥാനമാക്കി പ്രവാചകന്റെ മാതൃക പിന്തുടർന്ന് നാം നമ്മുടെ ഹിന്ദു സഹോദരങ്ങളുമായി കൈകോർക്കണം. നമ്മൾ ഒറ്റയൊരു രാഷ്ട്രമായി മാറണം. കുറച്ച് മാസങ്ങൾക്ക് ശേഷം 1912 ഡിസംബറിൽ അദ്ദേഹം എഴുതി, ഹിന്ദുക്കൾക്ക് സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം അവരുടെ മാതൃരാജ്യത്തോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. എന്നാൽ മുസ്ലിങ്ങൾക്ക് അതൊരു മതപരമായ കടമ കൂടിയാണ്. അത് ദൈവത്തിന്റെ മാർഗത്തിലെ ജിഹാദ് പോലെയാണ്. ഈ ജിഹാദ് നീതി, സത്യം, സ്വാതന്ത്ര്യം എന്നിവ കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അടിച്ചമർത്തലിനെതിരെ നിലകൊള്ളാനും മനുഷ്യന്റെ അന്തസ്സ് സംരക്ഷിക്കാനുമുള്ള ശ്രമം. മൗലാന ആസാദ് രാഷ്ട്രീയ മാറ്റത്തിനു വേണ്ടി മാത്രമല്ല ആഹ്വാനം ചെയ്തത്, ഹൃദയങ്ങളും മനസ്സുകളും ഒന്നിച്ചു വരണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. അധികാരത്തിന്റെ മാത്രമല്ല, ഐക്യത്തിന്റെ ഒരു വിപ്ലവം. ആശയങ്ങളാണ് എല്ലാ കാലത്തും ചരിത്രത്തിന്റെ ചാലകശക്തി. അവ അധികാരത്തിലിരിക്കുന്നവരെ ഭയപ്പെടുത്തും. മൗലാന ആസാദ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സംഭവിച്ചതും അതാണ്. അദ്ദേഹത്തിന്റെ അൽ ഹിലാൽ എന്ന പത്രം സ്വീകരിച്ചത് ധീരമായ നിലപാടുകളായിരുന്നു. അത് വിപ്ലവത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സംസാരിച്ചു. ബ്രിട്ടീഷുകാർ വെറുതെ ഇരുന്നില്ല. 1 വർഷത്തിനുള്ളിൽ തന്നെ അവർ അത് അടച്ചുപൂട്ടി. എന്നാൽ മൗലാന ആസാദ് അങ്ങനെ എളുപ്പത്തിൽ നിശബ്ദനാക്കാൻ കഴിയുന്ന ഒരാളായിരുന്നില്ല. 1915 അൽ ബലാഗ് എന്ന പുതിയൊരു മാസികയുമായി അദ്ദേഹം തിരിച്ചെത്തി. വെറും 4 മാസത്തിനുള്ളിൽ ഗവൺമെന്റ് അതും പൂട്ടി. പിന്നീട് അദ്ദേഹത്തെ അവർ അറസ്റ്റ് ചെയ്തു. അടുത്ത 4 വർഷങ്ങൾ ഭൂരിഭാഗവും അദ്ദേഹം ജയിലിൽ തന്നെ കഴിഞ്ഞു. ആ സമയത്ത് ലോക രാഷ്ട്രീയം മാറി. 1-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഇതിനകം തന്നെ തളർന്നു കഴിഞ്ഞിരുന്ന ഓട്ടോമൻ സാമ്രാജ്യത്തെ ജർമ്മനിയുടെ സ്വർണവും വാഗ്ദാനങ്ങളും യുദ്ധത്തിലേക്ക് തള്ളിവിട്ടു. യുദ്ധം അവർക്ക് ഒരു ദുരന്തമായി പരിണമിച്ചു. ഇക്കാര്യത്തിൽ ഇന്ത്യൻ മുസ്ലിം ലോകത്തെ ശരിക്കും പിടിച്ചുകുലുക്കിയത് എന്താണ്? ഖിലാഫത്ത് നിർത്തലാക്കാനുള്ള നീക്കം. 1300 വർഷത്തിലേറെയായി ശക്തമായി നിലനിന്നിരുന്ന ഒരു സ്ഥാപനമായിരുന്നു അത്. മൗലാന ആസാദ് വീണ്ടും കർമ്മരംഗത്തേക്ക് ഇറങ്ങി. ഖിലാഫത്തിനെ രക്ഷിക്കാൻ അദ്ദേഹം തന്റെ എല്ലാ ഊർജവും അധ്വാനവും ചെലവഴിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ, എഴുത്തുകൾ, പ്രസംഗങ്ങൾ അവയെല്ലാം ആ മാർഗത്തിൽ തീജ്വാലയായി. ജീവിതത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള നിരവധി ആളുകൾ ഖിലാഫത്ത് സമരത്തിൽ പങ്കുചേർന്നു. പണ്ഡിതന്മാർ, രാഷ്ട്രീയക്കാർ, മൗലവിമാർ, സാധാരണ പൗരന്മാർ. ഈ കാലഘട്ടത്തിലാണ് മൗലാന ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നത്. ഗാന്ധിജിയുടെ അഹിംസയുടെ സന്ദേശത്തിലേക്ക് ആസാദ് ആകർഷിക്കപ്പെട്ടു. മറുവശത്ത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ഗാന്ധിജിക്ക് വലിയൊരു രാഷ്ട്രീയ ലക്ഷ്യം കാണാൻ കഴിയും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒന്നിപ്പിക്കാനുള്ള അവസരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി തീർക്കാനുള്ള അവസരം. അങ്ങനെ ഖിലാഫത്ത് കമ്മിറ്റി ഗാന്ധിജിയെ അവരുടെ നേതാവായി തിരഞ്ഞെടുത്തു. മൗലാന ആസാദ് അതിനെ പിന്തുണച്ചു. പിന്നീട് ആസാദ് എഴുതി, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ ആദരണീയമായ പിന്തുണ മഹാത്മാഗാന്ധിയിൽ നിന്നായിരുന്നു. അവിടെ നിന്നങ്ങോട്ട് വിയോജിച്ച വേളകളിൽ പോലും ആസാദ് ഗാന്ധിജിയോട് വിശ്വസ്തത പുലർത്തി. പിന്നീട് ചൗരി ചൗര ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടു. ഗാന്ധിജി ഖിലാഫത്ത് പ്രക്ഷോഭം പിൻവലിച്ചു. അധികം താമസിയാതെ 1924 തുർക്കി ഗവൺമെന്റ് തന്നെ ഖിലാഫത്തിന് എതിരിൽ നിലകൊണ്ടു. അത് ഒരു ദശാസന്ധിയായിരുന്നു, ഒരു യുഗത്തിന്റെ അവസാനം. പക്ഷേ ആസാദ് ഗാന്ധിജിയെ കുറ്റപ്പെടുത്തിയില്ല. ദീർഘവും ദുഷ്കരവുമായ ഒരു യാത്രയിലെ സ്വാഭാവികമായ ഒരു തെറ്റ് എന്നാണ് അതിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഖിലാഫത്ത് പ്രക്ഷോഭം പിൻവലിക്കാനുള്ള ഗാന്ധിജിയുടെ തീരുമാനത്തെ ആസാദ് ന്യായീകരിച്ചു. മാന്യരെ, എല്ലാ ദേശീയ പോരാട്ടങ്ങളിലും നിരവധി അവിസ്മരണീയ നിമിഷങ്ങളുള്ളതുപോലെ ചില തെറ്റുകളും ഉണ്ടാവാം. ആ തെറ്റുകൾ പ്രക്രിയയുടെ സ്വാഭാവികതയാണെന്ന് തോന്നുന്നു. ബാരാവലിയെക്കുറിച്ചുള്ള തീരുമാനം നമ്മുടെ പോരാട്ടത്തിലെ അത്തരമൊരു തെറ്റായിരുന്നുവെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പരാജയത്തിലും മൗലാന ആസാദ് ക്ഷമയോടെ, ഭാവിയെക്കുറിച്ച കാഴ്ചപ്പാടുകളോടെ നിലകൊണ്ടു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനെക്കുറിച്ചുള്ള അചഞ്ചലമായ വിശ്വാസം അത് സാർത്ഥകമാകുന്ന വേള വരെ അദ്ദേഹം തുടർന്നു. കാരണം മൗലാന ആസാദ് ആഴമുള്ള ബോധ്യങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു.
അദ്ദേഹത്തിന്റെ എഴുത്തിലെന്ന പോലെ മറ്റൊരിടത്തും അത് പ്രതിഫലിച്ചിട്ടില്ല. അദ്ദേഹം തന്റെ തൂലിക ചലിപ്പിച്ചത് പ്രശസ്തി നേടാനായിരുന്നില്ല, പണം സമ്പാദിക്കാനായിരുന്നില്ല, മറിച്ച് തന്റെ ജനങ്ങളെ സേവിക്കാനായിരുന്നു. അൽ ഹിലാൽ എന്ന പത്രത്തിന്റെ ആദ്യത്തെ ലക്കത്തിൽ തന്നെ അത് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ലാഭം നേടാനല്ല, ബുദ്ധിമുട്ടുകൾ തേടാനാണ് നാം ഈ രംഗത്തേക്ക് പ്രവേശിച്ചത്. നാം പ്രശംസ തേടുന്നില്ല, വിമർശനം പ്രതീക്ഷിക്കുന്നു. നമുക്ക് ആശ്വാസം വേണ്ട, പകരം പോരാട്ടം തിരഞ്ഞെടുക്കുന്നു. അതായിരുന്നു മൗലാന. നിർഭയൻ, സത്യസന്ധൻ, വലിയ നന്മകൾക്കായി എന്ത് ത്യാഗവും സഹിക്കാൻ സദാ സന്നദ്ധൻ. തന്റെ വാക്കുകളിലൂടെ അദ്ദേഹം ഇന്ത്യക്കാരോട് ഉണരാൻ ആഹ്വാനം ചെയ്തു. വിദേശ ഭരണം ഉപേക്ഷിക്കാൻ, എല്ലാവരുടെയും നന്മയ്ക്കായി ഒത്തുചേരാൻ. അദ്ദേഹം എഴുതി, ഉണരൂ, നിങ്ങൾ വളരെ നേരം ഉറങ്ങിപ്പോയി. ഉണരൂ, കാരണം നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങളെ ഉണർത്തി. മരണത്തിന് പകരം ജീവിതവും, ജീർണതയ്ക്ക് പകരം പുരോഗതിയും, അപമാനത്തിന് പകരം ബഹുമാനവും നൽകാൻ ആഗ്രഹിക്കുന്നു. കേവലം ധീരതയായിരുന്നില്ല, അതിലേറെ അദ്ദേഹം ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു. അന്ന് ഹിന്ദിക്കും ഉറുദുവിനും വേണ്ടി തർക്കം മൂർജിച്ച വേളയിൽ ഇന്നും റാഡിക്കൽ എന്ന് പറയാവുന്ന ഒരു ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. റോമൻ ലിപിയിൽ ഒരു പൊതുഭാഷ ഹിന്ദുസ്ഥാനി എഴുതാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. എന്തുകൊണ്ട്? ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരാൻ. അക്ഷരങ്ങളെ ചൊല്ലിയുള്ള പോരാട്ടം അവസാനിപ്പിച്ച് ഒരു പൊതുഭാവി കെട്ടിപ്പടുക്കാൻ അത് സഹായിക്കുമെങ്കിൽ നല്ലത് എന്ന ചിന്ത. ആ മനോഭാവം തന്നെയാണ് അദ്ദേഹത്തെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. പിന്നീട് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ മൗലാന ആസാദ് IIT-കൾ, അതെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആരംഭിക്കാൻ മുൻകൈയെടുത്തു. ശാസ്ത്രം, വിദ്യാഭ്യാസം, നവീകരണം എന്നിവയിൽ ഇന്ത്യയുടെ ഭാവി അദ്ദേഹം കണ്ടു. ഇന്ന് ആ കാഴ്ചപ്പാട് നമ്മെ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് നമുക്കെല്ലാം കാണാൻ കഴിയും. 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയെ സാങ്കേതിക മേഖലയിൽ ഒരു ശക്തി കേന്ദ്രമാക്കി മാറ്റുന്നതിന് ഇത് വഴിയൊരുക്കി. എന്നാൽ മൗലാന ആസാദിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ കാര്യം അദ്ദേഹം എന്തു ചെയ്തു എന്നതല്ല, അദ്ദേഹം ആരായിരുന്നു എന്നതാണ്. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ, നിലപാടുകളിൽ സ്ഥിരത പുലർത്തുന്ന, വിശ്വസ്തനായ, സമൂഹങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് സദാ പ്രതിജ്ഞാബദ്ധനായിരുന്ന ഒരു മനുഷ്യൻ. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നിരവധി നേതാക്കൾ നിലപാട് മാറ്റിയ ഒരു കാലത്ത് പോലും ആസാദ് ഉറച്ചു നിന്നു. അദ്ദേഹം ഐക്യത്തിൽ വിശ്വസിച്ചു. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, സിഖുകാർ, ക്രിസ്ത്യാനികൾ, പാഴ്സികൾ എല്ലാവരും ഒരു രാഷ്ട്രത്തിന്റെ ഭാഗമാണ് എന്ന് ആവർത്തിച്ചു. അദ്ദേഹത്തോട് ഏറ്റവും അടുപ്പമുള്ളവർ വിഭജനം തെരഞ്ഞെടുത്തപ്പോഴും അത് അദ്ദേഹത്തിന്റെ ഹൃദയം തകർത്തപ്പോഴും അദ്ദേഹം വിശ്വസ്തനായി. തന്റെ വിശ്വാസങ്ങളിൽ, നിലപാടുകളിൽ ഉറച്ചു നിന്നു. അത് സമാധാനത്തിലും സാഹോദര്യത്തിലുമുള്ള വിശ്വാസമായിരുന്നു. ഇന്ത്യ എന്ന ആശയത്തിലുള്ള വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് മൗലാന ആസാദിന്റെ പാരമ്പര്യം ഇന്നും നമ്മോട് സംസാരിക്കുന്നത്. എന്തുകൊണ്ട് മൗലാന അബുൽ കലാം ആസാദ് എന്ന ചോദ്യത്തിന്റെ ഉത്തരവും അതാണ്.